ഹലോ ഗൈസ്, ഇന്ന് മാഗ്നറ്റ് ക്യാമ്പാണ്. അപ്പം നമുക്ക് നേരെ പോവാം. മുസ്തഫ സായി ഉസ്താദ് മൈക്കൽ ടെസ്റ്റ് ടൈക്കോണ്ടെല്ലാം ഉണ്ടോ? SSF SYS KMJ ബാദപ്പണി യൂണിറ്റ് ജന്റിയായിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് മാഗ്നറ്റ് ക്യാമ്പ്. അപ്പോൾ നമ്മളെ ഇബ്രാഹിം ഹാജി KMJൻ്റെ പ്രസിഡന്റ് എത്തിയിട്ടുണ്ട്. ഗസ്റ്റുകൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാക്കിയതാണ് ഇതെല്ലാം. അപ്പോൾ നമ്മൾ ക്യാമ്പ് നല്ല നിലക്ക് നടക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതിൽ നുസ്രത്തുൽ അനാമിന് നമുക്ക് സപ്പോർട്ടായിട്ട് ഒരു ബുക്ക്, പിന്നെ പെന്ന്, ബാഡ്ജൊക്കെ നുസ്രത്തുൽ അനാം GCC കമ്മിറ്റിയാണ് സ്പോൺസറാക്കിയത്. മാഷാ അല്ലാഹ്, ഇന്നും സ്പോൺസറാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. SYSൻ്റെ പ്രസിഡന്റ് സൈനി ഉസ്താദ് രജിസ്റ്റർ ആക്കാൻ തുടങ്ങി. ആൾക്കാരിങ്ങനെ ഓരോന്നായിട്ട് വരാൻ തുടങ്ങി. അൽഹംദുലില്ലാഹ്, എല്ലാവർക്കും ഒരു ബാഡ്ജ്, ഒരു പെന്ന്, ഒരു ബുക്കും കിട്ടുന്ന കൊസി പിള്ളേരെ വീട്ടിൽ കാണുന്നു. അപ്പം വന്നവർക്ക് എല്ലാവർക്കും ചായ, കടി, എണ്ണക്കടിയെല്ലാം ഉമ്മമാരെല്ലാം ആക്കിയിട്ട് കൊടുത്തിന്. മാഷാ അല്ലാഹ്, ഓരോ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടുണ്ട്. അപ്പോൾ ക്ലാസ് എടുക്കുന്ന ആരെന്ന് അറിയണ്ടേ? നമ്മുടെ ഷൈഖുന ബാദപ്പണി ഉസ്താദും അതുപോലെ അബ്ദുൽ കരീം മാസ്റ്ററാണ് നമുക്കിന്ന് ക്ലാസ് എടുത്ത് തരുന്നത്. അങ്ങനെ ഷൈഖുന ഉസ്താദ് സദസ്സിലേക്ക് വന്ന് ദുആയുടെ കൂടെ തുടങ്ങും. അങ്ങനെ മുസ്തഫ സാദി ഉസ്താദ് സ്വാഗതാക്കി. ആൾക്കാരെല്ലാം നല്ല നിലക്ക് കൂടിയിട്ടുണ്ട്. മാഷാ അല്ലാഹ്. MB ഉസ്താദ് ഉദ്ഘാടനം ആക്കി. ഉസ്താദ് പരിപാടി തുടങ്ങി. ക്ലാസ് ക്ലാസ് ആയിരുന്നു. അങ്ങനെ ഒന്നാം സെക്ഷൻ കഴിഞ്ഞ് മഗ്‌രിബ് നിസ്കരിച്ച് എല്ലാവരും നിസ്കരിച്ചിട്ട് പിന്നെ രണ്ടാം സെക്ഷൻ തുടങ്ങി. എല്ലാവർക്കും ഹോർലിക്സ് ഉണ്ടായിരുന്നു കുടിക്കാൻ. അങ്ങനെ നമ്മുടെ അബ്ദുൽ കരീം മാസ്റ്റർ എത്തി. അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം. എത്ര രാവുകൾ സുജൂദു ചെയ്തതിൻ വിശുദ്ധിയിൽ കുരുത്തതാണീ വിപ്ലവക്കൊടി. നിമിഷങ്ങളെ കൊണ്ട് തന്നെ ആ വധശിക്ഷ മരവിപ്പിക്കാൻ അല്ലെങ്കിൽ പോസ്റ്റ്മോൺ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉലമാക്കൾ ലോകത്ത് പിടിപാടുള്ളവരാണ്, രാജ്യത്ത് പിടിപാടുള്ളവരാണ്, മന്ത്രിമാരുമായിട്ട് ബന്ധപ്പെടുന്നവരാണ്. എന്തിനു വേണ്ടി? വ്യക്തിപരമായ കാര്യങ്ങൾക്കല്ല. ഉസ്താദ് എന്തിനാണ് യാത്ര ചെയ്യുന്നത്? ഉസ്താദ് എന്തിനാണ് ഭൂഖണ്ഡങ്ങൾ താണ്ടിയിട്ട് യാത്ര ചെയ്യുന്നത്? ഈ ഉമ്മത്തിനു വേണ്ടിയാണ്, ഈ സമൂഹത്തിന് വേണ്ടിയാണ്. അവിടുന്ന് ഏകദേശം 90ഓടടുത്ത പ്രായം, 85 വയസ്സ് ഉസ്താദിന് കഴിഞ്ഞു. നമ്മുടെ അമരിയായ കണക്ക് പ്രകാരം 90നോടടുത്തു. ഈ സമയത്ത് പോലും വിശ്രമിക്കാതെ ഈ ഉമ്മത്തിന് വേണ്ടി രാവിലെ പകലാക്കിയിട്ട് ഗാന്ധപുരം ഉസ്താദ് ഓടുകയാണ്. മാഷാ അല്ലാഹ്, ഇതുപോലത്തെ ഒരു ക്ലാസ് ഇന്ന് മുന്നേ ഞാൻ കേട്ടിട്ടില്ല. എല്ലാവരുടെയും ദർജകൾ അല്ലാഹു ഉയർത്തുമാറാവട്ടെ. ഈ പ്രസ്ഥാനത്തിന്റെ പോയ ഒരുപാട് ആലിമീങ്ങൾ, മഹാന്മാർ, പ്രവർത്തകന്മാർ, എല്ലാവർക്കും അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഈ സഫർ മാസം 26-നാണ് വഫാത്തായത്. അല്ലാഹു തആല അങ്ങനെ 5 മണിക്കൂർ നീണ്ടു നിന്ന ക്ലാസ് തീർന്നു. അവസാനം സീരണി ഉണ്ടായിരുന്നു. സീരണി സ്പോൺസർ ചെയ്തത് ഹാരിസ് ബഡതള. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയി 10-15 കൊല്ലമായി. അവൻ്റെ ജ്യേഷ്ഠനാണ് സ്പോൺസർ ചെയ്തത്. അല്ലാഹു ഹാരിസിന് പൊറത്തു കൊടുക്കട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. പരിപാടിക്ക് വരാത്തുള്ളി ഒന്നേ ചെല്ലാനുള്ളത്. നിങ്ങൾക്ക് വലിയൊരു നഷ്ടം തന്നെയാണ്. ഈ കനൽ പഥത്തിലും ഈ കൊടിയെ ഗമിച്ചിടാൻ തവക്കുലെന്ന മന്ത്രവാക്യം എന്തൊരു ജമാ.
ഏതു വേനലും വസന്തവും വന്നു പോകിലും വിവേകമായി നമുക്കു നമ്മളായി നിന്നിടാം. ഏതു തീക്കനൽ പഥത്തിലും ഈ കൊടിയെ ഗമിച്ചിടാൻ തവക്കുലെന്ന മന്ത്രവാക്യം എന്തൊരൂർജമാ. ഏതു വേനലും വസന്തവും വന്നു പോകിലും വിവേകമായി നമുക്കു നമ്മളായി നിന്നിടാം. ഇക്കാണും ഹരിതധവള നീലിമപ്പതാകയേന്തി ദിക്കാകെ നമുക്കു ധാർമ്മികത്തുരുത്തൊരുക്കിടാം. റബ്ബിന്റെ റിള മാത്രം കാത്തു കഴിഞ്ഞു നമ്മൾ ഈ ദൗത്യം ഇഖ്ലാസു കൊണ്ടു ജയിക്കും. അന്നീ